മുഖ്യമന്ത്രി വി ഡി സതീശൻ സാർ ആശുപത്രിയിൽ കിടക്കുന്ന തന്റെ അമ്മായിയച്ഛനെ ഹെലികോപ്റ്ററിൽ സന്ദർശിച്ചു. ഇതാണ് എല്ലാ മീഡിയകളിലും വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. അതിനെന്താ കുഴപ്പം? എന്തായാലും വാടകയ്ക്കെടുത്ത ഒരു ഹെലികോപ്റ്റർ കിടക്കണം, അത് ചുമ്മാ വെറുതെ കിടക്കാതെ എന്തെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടാകുന്നതല്ലേ. ഞാൻ പറയുന്ന മുഖ്യമന്ത്രി എല്ലാ കാര്യത്തിലും ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പൊതുജനങ്ങൾ സ്വസ്ഥമായിട്ട് നമുക്ക് റോട്ടിൽ കൂടിയൊക്കെ സഞ്ചരിക്കാൻ പറ്റുമല്ലോ, ഈ ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാവില്ലല്ലോ. മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞായിരുന്നു എൻ്റെ സഞ്ചാരത്തിന് വേണ്ടി മറ്റുള്ളവരെ സഞ്ചാരം ഒന്ന് മുടക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ജനങ്ങളെയൊക്കെ തടയും. കാരണം മുഖ്യമന്ത്രിയുടെ സുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്ക് അത് ചെയ്യാതിരിക്കാൻ നിർത്തിയില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി തടയേണ്ടെന്ന് പറഞ്ഞാലും ചില സ്ഥലങ്ങളിലൊക്കെ പോലീസുകൾ തടയുന്നുണ്ട്. അതിനിപ്പോൾ വിമർശിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ ഒന്ന് ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞ് അത് വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കേരളത്തിന് സ്വന്തമായിട്ടൊരു വാടകയ്ക്കാണെങ്കിൽ ഒരു ഹെലികോപ്റ്റർ ഉണ്ടെന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനമല്ലേ. അതിൽ നമ്മുടെ കേരള മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാലും സത്യത്തിലൊരു അഭിമാനം തന്നെയാണ് കേട്ടോ. അതിന് വലിയ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഈ വിമർശിക്കണം എന്താണെന്നറിയാമോ സതീശ സാറേ, നിങ്ങൾ ഈ പ്രതിപക്ഷത്തിരുന്ന സമയത്തേ ഈ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തെന്നും പറഞ്ഞ് പിണറായി വിജയൻ സഖാവിനെ ഒത്തിരി നിങ്ങൾ വിമർശിച്ചു, പരിഹസിച്ചു, എന്തൊക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ദൂർത്താണ്, എന്തിനാണ് കേരളത്തിൽ ഹെലികോപ്റ്ററിൻ്റെ ആവശ്യം, വെറുതെ അധിക ചെലവാണെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ വിഷമിപ്പിച്ചു. അങ്ങനെ വിഷമിപ്പിച്ച ആൾക്കാർ തന്നെ ഇപ്പോൾ ഭരണം കിട്ടിയപ്പോൾ ആ ഹെലികോപ്റ്ററിൽ അമ്മായിയച്ഛനെ വരെ സന്ദർശിക്കാൻ പോണ കണ്ടപ്പോൾ ജനങ്ങൾക്ക് ഒരു ചെറിയൊരു വിഷമം തോന്നി. അതിൻ്റെ ഒരു വിമർശനം മാത്രമേ ഉള്ളൂ കേട്ടോ. പിണറായി വിജയൻ സഖാവ് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരിതബാധിത പ്രദേശങ്ങളിലൊക്കെ പെട്ടെന്നൊക്കെ ഒന്ന് പോകാനൊക്കെയുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ്. കാരണം അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇല്ലാത്ത പ്രകൃതി ദുരന്തങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒത്തിരി പ്രകൃതി ദുരന്തങ്ങളും രോഗങ്ങളും ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വന്നത്. പ്രതികൂല കാലാവസ്ഥയായിരുന്നു അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, മൊത്തം പ്രതികൂല കാലാവസ്ഥയായിരുന്നു. അതിനെല്ലാം അദ്ദേഹം തരണം ചെയ്തു അല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് അദ്ദേഹം ഒരു ഹെലികോപ്റ്ററൊക്കെ ഒന്ന് വാടകയ്ക്കെടുത്തത്. അതുകൊണ്ട് എത്ര ജീവനുകൾ രക്ഷിക്കാൻ സാധിച്ചു. ഈ പരിഹസിച്ചവരൊന്നും മനസ്സിലാക്കണം, നമ്മൾ അവയവദാനം, ഒരു മസ്തിഷ്ക മരണം സംഭവിച്ച് അവയവങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ദാനം ചെയ്തോ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ആ അവയവങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത്ര മണിക്കൂറിനുള്ളിൽ തന്നെയൊക്കെ മറ്റുള്ള രോഗികളുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ച് തുന്നിച്ചേർക്കണം, എന്നാലേ അത് അവയവങ്ങൾ വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആ അവയവങ്ങളൊക്കെ മോശമായിപ്പോൾ. അപ്പോൾ എത്രയും പെട്ടെന്ന് എത്തിക്കണം. ആ എത്തിക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ നമ്മൾ ഹെലികോപ്റ്ററൊക്കെ നമുക്ക് ഉപകാരപ്പെട്ടത്. അതിനൊക്കെ വേണ്ടിയായിരുന്നു അദ്ദേഹം അത് വാടകയ്ക്കെടുത്തത്. അദ്ദേഹം അതിൽ കയറി അമ്മായിയപ്പനെ ആശുപത്രി സന്ദർശിക്കാനൊന്നും പോയതായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ നിങ്ങൾ പ്രതിപക്ഷങ്ങൾ ഭയങ്കരമായിട്ട് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിന് വിമർശിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ മുരളീധരൻ സാറ് മലക്കം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഹെലികോപ്റ്ററൊക്കെ വാടകയ്ക്കെടുത്തതിലൊന്നും ഇവിടെ ആരും വിമർശനം പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത്. മുരളീധരൻ സാറ് പറഞ്ഞതൊന്നും കേട്ടോ. ഇതിപ്പോൾ കാലം മാറുമ്പോൾ കാറിന് പോയാൽ ഹെലികോപ്റ്റർ എടുക്കും. അതിപ്പോൾ എന്താ അത്ര വലിയ കാര്യം? ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിലൊന്നും ആരും വിമർശിച്ചിട്ടൊന്നുമില്ല. മുരളീധരൻ സാറേ നീ പറഞ്ഞൊന്ന് കേട്ടോ, തെളിവ് സഹിതം തരാം. 2023 ആഗസ്റ്റ് 31 തീയതി മനോരമയിൽ വന്ന വാർത്തയാണ്. ഹെലികോപ്റ്റർ ദൂർത്ത് മുഖ്യമന്ത്രി തിരുത്തണം സതീശൻ. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രിക്കായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നത് ദൂർത്താണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ചെലവ് ചുരുക്കണമെന്ന് അടിക്കടി ഉപദേശിക്കുന്നയാളാണ് മുഖ്യമന്ത്രി. ആ പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ തീരുമാനം തിരുത്തണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇതേ പണ്ടത്തെ കാലമല്ല. പണ്ടൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെളിവുകളൊന്നും ഇല്ല. ഇപ്പം അങ്ങനെയല്ലല്ലോ, ആരെന്ത് പറഞ്ഞാലും കിടക്കുകയല്ലേ. കേട്ടോ, KPCC പ്രസിഡന്റായിരുന്ന സുധാകര സാറ് അദ്ദേഹം പറഞ്ഞത്, എന്തിനാണ് ഹെലികോപ്റ്റർ? എന്ത് മെച്ചം കിട്ടി കേരളത്തിന്? എന്ത് നേട്ടം കിട്ടി കേരളത്തിന്? കേട്ടല്ലോ. ഇനി രമേശ് ചെന്നിത്തല സാറ് നിയമസഭയിൽ പറഞ്ഞത്, ആരെവിടെ ഹെലികോപ്റ്റർ സഞ്ചരിക്കുന്നത്? ഇത്രയും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോഴും ഹെലികോപ്റ്ററിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര പിടിവാശി മുഖ്യമന്ത്രി കാണിക്കുന്നത്? അപ്പൊ ആരും ഇതിനെ വിമർശിച്ചില്ല എന്ന് പറയണ്ട കേട്ടാ മുരളീധരൻ സാറേ. അങ്ങനെ ചുമ്മാന്നോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പൊതുജനം എപ്പോഴും കഴുതകളല്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പ്രതിപക്ഷത്തിരുന്നാലും ഭരണപക്ഷം ചെയ്യുന്ന എന്ത് കാര്യങ്ങളും കണ്ടെടുത്ത് അങ്ങോട്ട് വിമർശിക്കരുത്. നിങ്ങൾ ചിന്തിച്ചാൽ മതിയായിരുന്നു, നമുക്ക് ഭരണം കിട്ടുമ്പോൾ ഇതൊക്കെ നമുക്ക് ഉപകരിക്കും, അതുകൊണ്ട് അതിനെയൊന്നും വിമർശിക്കേണ്ട എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പരിഹാസങ്ങൾ ഇപ്പോൾ കേൾക്കേണ്ട കാര്യമില്ലായിരുന്നു. ഉദാഹരണത്തിന് PMC പദ്ധതി എന്തൊക്കെ അംഗമായിരുന്നു. PMC പദ്ധതിയിൽ ഒപ്പിട്ടെന്ന് പറഞ്ഞ് പിണറായി വിജയൻ സർക്കാരിനെതിരെ എന്തൊക്കെ പ്രതിഷേധമാണ് നിങ്ങൾ നടത്തിയത്. അദ്ദേഹം അറിയാതെ പോയി ഒപ്പിട്ടു, അത് തെറ്റാണ്. അത് അദ്ദേഹം തുറന്ന് സമ്മതിച്ചു. അത് ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ തന്നെ അദ്ദേഹം അപ്പോൾ ചിന്തിച്ചു. കാരണം എന്തായാലും കേന്ദ്രത്തിൻ്റെ ഒരു 10 പൈസ പോലും നമുക്ക് ഒരു കാര്യത്തിനും കേരളത്തിന് തരുന്നില്ല. കേരളത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കുറച്ച് ക്യാഷെങ്കിലും ഈ പേരും പറഞ്ഞ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് ഉപകരിക്കും. അതുകൊണ്ട് പോട്ടെ എന്ന ഒരു അർത്ഥത്തിൽ ഈ നന്മയ്ക്ക് വേണ്ടിയാണ്, ആ കോടികൾ കിട്ടുന്നത് ജനങ്ങൾക്ക് ഉപകരിക്കാൻ വേണ്ടിയാണ് പോയിട്ട് ഒരു ഒപ്പിട്ട് പുള്ളി കൊടുത്തത്. പക്ഷേ എല്ലാവരും കൂടി വിമർശിച്ച് അദ്ദേഹത്തിൻ്റെ ഘടകകക്ഷികൾ വരെ വിമർശിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ചെയ്തത് തെറ്റ് തന്നെയാണ്, ശരി അതങ്ങോട്ട് തിരുത്തിയേക്കാം എന്ന് പറഞ്ഞ് പിന്നെ പുള്ളി ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയില്ല. തെറ്റുകൾ സംഭവിക്കും, മനുഷ്യന്മാരാണ്, തെറ്റുകളൊക്കെ സംഭവിക്കും. പക്ഷെ ആ തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞു, അതവിടെ മരവിപ്പിച്ചു. നിങ്ങൾ എന്തൊക്കെ പ്രതിഷേധങ്ങളാണ് നടത്തിയത്. ഷാജി സാറൊക്കെ പറഞ്ഞു ഓർക്കണ്ട, ഒരു മനുഷ്യനും മറക്കത്തില്ല. നിങ്ങൾ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ PM ശ്രീ എന്ന ഈ പദ്ധതി ഞങ്ങൾ അറബിക്കടലിൽ എറിയും. പ്രതീക്ഷയോടെ കാത്തിരിക്കണം അറബിക്കടലിൽ. പിന്നെ പറഞ്ഞ് ചവറ്റുകൊട്ട എറിയുമെന്നു. നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന
നെഹ്റുവിനെ താഴെ ഇറക്കുന്ന PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. പറഞ്ഞില്ലേ, തെളിവല്ലേ കിടക്കുന്നത്? അബദ്ധം ഇപ്പോലെ പറഞ്ഞത്, ആവശ്യത്തിൽ പറഞ്ഞാണോ? അറബിക്കടലിൽ കാത്തിരിക്കുവാണ് PM ശ്രീ പദ്ധതിയുമായിട്ട് ഷാജി സാറെ കൊണ്ടൊന്ന് എറിയനെ കാണാൻ. ചവറ്റുകൊട്ടയും വെച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഒന്നിനും കണ്ടില്ലേ PM ശ്രീ. അപ്പോൾ ഭരണം കിട്ടിയപ്പോൾ ഷാജി സാർ അറബിക്കടലിലും ചവറ്റുകൊട്ടയിലും എറിഞ്ഞത് PM ശ്രീ അല്ല, സാറ് പറഞ്ഞ നിലപാടുകളാണ്. പറഞ്ഞാൽ പറഞ്ഞത് അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യണത്. അതാണ് നട്ടലുള്ള ആളുകൾ. അല്ലാതെ പറയാണ് പ്രസംഗത്തിൽ പറഞ്ഞൊക്കെ പിന്നീട് ഭരണം കിട്ടുമ്പോൾ ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ പറയണത്. ഇനി ഒരു കാലത്തും ഷാജി സാറൊക്കെ പറയുന്ന ഒരു കാര്യവും ജനങ്ങൾ വിശ്വസിക്കത്തില്ല. ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ കുറച്ചെങ്കിലും പറഞ്ഞത് പാലിക്കാൻ നോക്കുക, അവരെ വഞ്ചിക്കാതിരിക്കുക. ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ PM ശ്രീയിൽ ഒപ്പിട്ട് പോയി കഴിഞ്ഞ സർക്കാർ, ഇനി നമുക്ക് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. കഴിഞ്ഞ സർക്കാർ അതിന്റെ ക്യാഷ് വാങ്ങിച്ചു, പക്ഷേ ഇപ്പൊ തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുകയാണ്. അവിടെ നിന്നുള്ള നിർദ്ദേശം വന്നു, വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്മാറാം, ഇതിന്റെ പേരിലൊന്നും ക്യാഷ് വാങ്ങിച്ചിട്ടില്ല, വേണമെങ്കിൽ പിന്മാറാന്നൊക്കെ പറഞ്ഞ കേന്ദ്രത്തിൽ നിന്നൊക്കെ അനുമതി കിട്ടിയല്ലോ. ഇനിയിപ്പോൾ എന്താണ്, പിന്മാറുമോ പിന്മാറില്ലേ? അത് ചോദ്യം ചെയ്യുന്ന പത്രക്കാരോട് പോലും ദേഷ്യത്തിലാണ് ഷാജി സാർ സംസാരിക്കുന്നത്. എന്നിട്ട് അവര് എന്തോ തെറ്റ് ചെയ്ത പോലെയാണ്. പിന്മാറാമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പിന്മാറും. ഞാൻ പിന്മാറോ ഇല്ലെന്ന് തീരുമാനിക്കാനല്ല സബ് കമ്മിറ്റി ഉണ്ടാക്കിയത്. സബ് കമ്മിറ്റി അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അവിടെ വന്ന് വർത്താനം പറയാം. അപ്പൊ അധികാരത്തിൽ ഏറി കഴിയുമ്പോൾ മലക്കം മറിയരുത്. പിന്നെ ഷാജി സാർ പറഞ്ഞല്ലോ, ഈ കേന്ദ്രത്തിൽ നിന്നും വീട് വെക്കാൻ വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ കേന്ദ്രത്തിന്റെ ഒരു ലേബല് ഒട്ടിക്കുന്നതുകൊണ്ട് എന്താണ് ഇവിടെ കുഴപ്പം, എന്താണ് വിഷയം എന്ന് പറഞ്ഞല്ലോ. വിഷയമുണ്ട് ഷാജി സാറേ, സാറിന് മനസ്സിലാക്കാനിട്ടാണ്. ലൈഫ് പദ്ധതിയിലൂടെ പിണറായി സർക്കാരും പാവങ്ങൾക്ക് ഇഷ്ടംപോലെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ വീടിന്റെ മുമ്പിലൊന്നും ഒരു സ്റ്റിക്കറും ഇല്ല സാറേ, ഒരു സ്റ്റിക്കറും ഇല്ല. വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വീടാണ്. അതിനെക്കുറിച്ച് പിണറായി വിജയൻ സഖാവ് പറഞ്ഞത് ഒന്ന് കേട്ടു നോക്കൂ. ഈ ലൈഫിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞത് നിങ്ങളൊരു ലോഗോ വെക്കണം, ആ ലോഗോവിന് ഫോട്ടോ കാര്യമൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ശരിയല്ല, ആ വീട് അവരതാണ്, അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും അതിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ അവർ നിർബന്ധിച്ചു നിന്നു. അപ്പോൾ സഹായം തരാൻ പറ്റില്ല എന്നൊരു, സഹായം തന്നില്ലെങ്കിൽ വേണ്ടാന്ന് ഞങ്ങൾ വെക്കും, ഞങ്ങൾ ഏതായാലും ഈ കാര്യം ചെയ്യില്ല എന്നിപ്പോൾ തീർത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്, അങ്ങനെയുള്ള നന്മയുള്ള മനസ്സുകളാണ് നമുക്ക് വേണ്ടത്. അദ്ദേഹത്തിന് അതിനൊരു കയ്യടി കൊടുക്കണം. അങ്ങനെ പറഞ്ഞാൽ ശരിയാണ്. ആർക്കാണോ നമ്മൾ വീട് വെച്ച് കൊടുത്തത് അദ്ദേഹത്തിന് അവകാശപ്പെട്ടാണ് ആ വീട്. അതിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു ലേബൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ വീട് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഉറങ്ങാൻ പറ്റുമോ? എപ്പോഴും മനസ്സിലുണ്ടാവും, ഓ എനിക്കൊരു ഗതിയില്ലാഞ്ഞിട്ട് സർക്കാർ വെച്ച് തന്ന വീടാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ആ ചിന്തയായിരിക്കും. കാരണം വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഈ ലേബൽ കാണും, വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോഴും ലേബൽ കാണും. ഒരിക്കലും ആ മനുഷ്യന് പൂർണ്ണമായിട്ടും സ്വസ്ഥതകളിൽ ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കുറവ്, അദ്ദേഹത്തിൻ്റെ കഴിവില്ലായ്മ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കും. എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണല്ലോ എനിക്ക് അങ്ങനെ ഒരു വീടിന് വേണ്ടി യാചിക്കേണ്ടി വന്നത്, ഒരു വീട് വെച്ച് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ മേടിക്കേണ്ടി വന്നതെന്നൊക്കെ പറയുമ്പോൾ ഒരു വിഷമം, മാനസിക ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വീട് വെച്ചെന്ന് വെച്ചോ, അദ്ദേഹത്തിന് പ്രായപൂർത്തിയായ 2 പെൺമക്കളുണ്ടെന്ന് വെച്ചോ, കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു പെണ്ണോ ഒരാണോ ഒക്കെ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഒരു ആലോചനയായിട്ട് ഒരാൾ വരികയാണ്, ഒരു 3-4 ചെറുക്കനായിട്ട് ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ വരുമ്പോൾ തന്നെ ആ വീടിൻ്റെ മുമ്പിൽ എംബ്ലമാണ്, ഗവൺമെൻറ്റിൻ്റെ എംബ്ലം, കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ എംബ്ലം വരുവാണ്. അപ്പം തന്നെ അവർ കാണോ ഇത് ഇയാൾ ദരിദ്രവാസിയാണ്, വീട് വരെ കേന്ദ്ര സർക്കാരിൻ്റെ അവതാരത്തിലാണ്. ഇനി മകൻ്റെ കല്യാണാലോചനയായിട്ട് വരികയാണെങ്കിൽ ഈ ദരിദ്രവാസിയുടെ വീട്ടിൽ നിന്ന് എൻ്റെ മോനൊന്നും ഒരു ആലോചന വേണ്ടെന്ന് പറഞ്ഞാൽ പോകും. ഇനി മകൾക്ക് കല്യാണാലോചനയായിട്ട് വരികയാണെങ്കിലാ, ഓ ഈ ദരിദ്രവാസിയുടെ വീട്ടിൽ നിന്നാണോ എൻ്റെ മോനൊരു അപ്പോൾ എങ്ങനെ ഒരു വീട് സർക്കാർ വെച്ചു കൊടുത്തെന്ന് പറഞ്ഞ് ആജീവനാന്തകാലം മുഴുവൻ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് ശരിയാണോ ഷാജി സാറേ? അല്ല. ഇനി വീണ്ടും നമുക്ക് ഹെലികോപ്റ്ററിലേക്ക് വരാം. ഹെലികോപ്റ്റർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ജയൻ്റെ ഓർമ്മകളാണ്. കാരണം അദ്ദേഹം ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഹെലികോപ്റ്ററിൽ തൂങ്ങിയ ആക്സിഡന്റ് ഉണ്ടായി മരണം സംഭവിച്ചത്. ആ ജയൻ മരിക്കാനിടയായ കാരണം കൂടി ഉണ്ട് കേട്ടോ. പൈലറ്റിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ പൈലറ്റ് പറഞ്ഞായിരുന്നു ചാടി കയറുമ്പോൾ ഇതൊരു ബാലൻസ് പോണ സാധനമാണ്, അപ്പോൾ ആദ്യത്തെ ഷോട്ടിൽ ചാടി കയറി മാത്രം കിടക്കുക, അഭ്യാസങ്ങൾ കാണിക്കരുത്, സാഹസം കാണിക്കരുത്. സാഹസം കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം പോകും, അതുകൊണ്ട് ചാടി കയറുമ്പോഴേ സാഹസം കാണിക്കരുത് എന്ന് പറയാം. അടുത്ത ഷോട്ടിൽ സാഹസം കാണിക്കാം, അപ്പോൾ അതനുസരിച്ചുള്ള സംഭവത്തിൽ നിൽക്കാൻ പറ്റും. പക്ഷേ ജയൻ കയ്യിൽ നിന്നിട്ട് സാഹസം കാണിച്ചു. ആ ചാടി കയറിയപ്പോൾ തന്നെ അദ്ദേഹം കയറി അങ്ങോട്ട് പൊക്കത്തേക്ക് ചാടി കയറാൻ നോക്കി, ബാലങ്കേ നായരെ പിടിച്ച് വലിക്കാൻ നോക്കി. ബാലങ്കേ നായരുടെ സീറ്റിൽ നിന്ന് അനങ്ങരുതെന്നായിരുന്നു പറഞ്ഞ പോലെ തന്നെ പൈലറ്റിന്റെ നിയന്ത്രണം വിട്ടു, ഹെലികോപ്റ്റർ കൂപ്പുകുത്തി, ആക്സിഡന്റ് ആയി, അദ്ദേഹം മരിച്ചു. അപ്പൊ ഇത് ഞാനിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ തന്നെ സാഹസം കാണിക്കരുത്. ഇപ്പോൾ സതീശൻ സാറും പൈലറ്റിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ ജയൻ കാണിച്ച പോലെ ജനങ്ങളുടെ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയിൽ തന്നെയുള്ള ആളുകളുടെ നിർദ്ദേശങ്ങളോ ഒന്നും വകവെക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം സാഹസങ്ങൾ കാണിച്ചു തുടങ്ങിയോ എന്നൊരു സംശയം. കാരണം നിങ്ങളുടെ പാർട്ടികളിൽ തന്നെ വിമർശനങ്ങൾ വന്നു തുടങ്ങി. ഇപ്പോൾ മഹിളാ സമാജം അവർ പ്രതിഷേധിക്കാൻ തുടങ്ങി, KSUക്കാർ പ്രതിഷേധിക്കാൻ തുടങ്ങി, കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് മുറിമുറിപ്പ് തുടങ്ങി. അപ്പോൾ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ തുടക്കം തന്നെ ഇങ്ങനെ സാഹസങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഭരണം അതുപോലെ തന്നെ കൂപ്പുകുത്താൻ ചാൻസ് ഉണ്ട്.
അതുകൊണ്ട് സൂക്ഷിക്കുക. വളരെ കഷ്ടപ്പെട്ട് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചാണ് നമ്മൾ നിയമസഭാ ഇലക്ഷനൊക്കെ നടത്തുന്നത്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് എല്ലാവരും ഈ നിയമസഭയിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുക്കുന്ന ആളുകൾ 5 വർഷം പൂർത്തിയാക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് സംസ്ഥാനത്തിന് നഷ്ടമാണ്, നമ്മുടെ പൊതുജനങ്ങളുടെ കാശ് തന്നെ നഷ്ടമാകും. 5 വർഷവും ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ ഭരിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ലാതെ ഒരു 6 മാസം കഴിയുമ്പോൾ തലകുത്തി വീഴണം, അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ തന്നെ ഇത് പൊട്ടിപ്പോകണം, അങ്ങനെയൊന്നുള്ള ആഗ്രഹമൊന്നും ആയിരിക്കില്ല. നിങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ 5 വർഷവും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ, ജനങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മുന്നോട്ട് പോട്ടെ, അല്ലാതെ തന്നിഷ്ടം കാണിച്ച് സാഹസങ്ങൾ കാണിക്കാതിരിക്കുക. ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് സർക്കാരിനെ ജനം അധികാരത്തിലേറ്റിയത്. ആ പ്രതീക്ഷ കൈവിടാതെ, അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കാതെ സ്മൂത്തായിട്ട് ഭരണം പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ജേണി, ശുഭയാത്ര.